നിങ്ങൾ 10 മിനിറ്റ് പ്രസംഗിച്ചല്ലേ ഇവിടെ? ഞാനൊന്ന് പറയട്ടെ. ഒരു മിനിറ്റ്. കുറയൂന്ന് ഞാൻ പറയുമ്പോ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ ദുർബലന്മാരുണ്ടല്ലോ, അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്റെ മുമ്പില്. ദുർബലന്മാരാണ്, പെട്ടയ്ക്കും ഇങ്ങനെ കരക്കിട്ട മീൻ പോലെ. കിട്ടി, പലിശ സഹിതം കിട്ടി. 2 ഓലക്കിലോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇവിടെ ഇപ്പൊ പ്രസംഗിച്ച ടി ജി മോഹൻദാസിന് ധൈര്യമുണ്ടോ? ഒരു ഹോട്ടലിന്റെ പേര് പറയൂ. അത് ധൈര്യമില്ലാതെ അല്ലല്ല, ടി ജി കൈ ഉയർത്തിയിട്ടുണ്ട്. ടി ജി പറയട്ടെ. പറഞ്ഞോളൂ, വിശദീകരണല്ലേ വേണ്ടി? എനിക്ക് ഹോട്ടലിന്റെ പേരാണ് വേണ്ടത്. പറയട്ടെ. ടി ജി മോഹൻദാസ് പറയൂ, ഒരു ഹോട്ടലിന്റെ പേര് പറയൂ. ആ കുറിച്ച് ഹോട്ടൽ മദീന. ഹോട്ടൽ മദീന മതിയോ? ഇനി പേര് വേണോ? എവിടെ സ്ഥലം? എവിടെ സ്ഥലം? ഷാമിയാന. എവിടെയാണ് സ്ഥലം? സ്ഥലം പേര് പറയൂ. എവിടെ സ്ഥലം? ഹോട്ടൽ മദീന. ഹോട്ടൽ ഷാമിയാനയും മദീനയും എവിടെയാണെന്ന് പറയൂ. ഈ കീലയിൽ വെച്ചു ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇറങ്ങണ പുറത്ത്. ടി ജി മോഹൻദാസ് അങ്ങനെ എയറിലേക്ക് വെടിവെക്കല്ലേ? വെടിവെക്കുമ്പോ നെഞ്ചലിക്ക് വെക്ക്. എന്റെ സുഹൃത്തെ, ഹോട്ടൽ മദീന, ഹോട്ടൽ അന്നപൂർണ, ഹോട്ടൽ ഉടുപ്പി, ഇങ്ങനെയൊന്നും പറയല്ലേ വേണ്ടത്. ധൈര്യമുണ്ടെങ്കിൽ, ഞാനത് വെല്ലുവിളിക്കാണ്, ധൈര്യമുണ്ടെങ്കിൽ ഇന്ന ജംഗ്ഷനിലുള്ള ഹോട്ടൽ മദീന, ഇന്ന ടൗണിലുള്ള ഹോട്ടൽ മദീന, ധൈര്യമുണ്ടെങ്കിൽ പറയും നിങ്ങൾ. ബേബിയുടെ ചോദിച്ചില്ലേ, ഞാൻ ഉടനെ മാറ്റി കൊടുക്കാം. റൌഫ് വെറുതെ ബഹളം വയ്ക്കുകയാണ്. നിങ്ങൾ പറയൂ സുഹൃത്തെ, ചർച്ച അലമ്പാക്കാൻ ബഹളം വയ്ക്കുക. നിങ്ങളൊരു ഹോട്ടലിന്റെ പേര് പറയും. എടോ, പറയാൻ നിങ്ങൾ സമ്മതിക്കല്ലേ? ഈ ഹലാൽ മട്ട് മുട്ടായി ഉണ്ടാക്കൽ തുടങ്ങിയിട്ട് ഇതിന് തീരുമാനമാക്കണല്ലോ. നിന്റെ വർത്താനം കുറച്ച് ഓവറാവുണ്ട് കേട്ടോ കുഞ്ഞിരാമ. ഒരു പൊടിക്കടങ്ങിക്കോ. പറയൂ. ആദ്യം സുരേഷ് ബാബു ഒരു കാര്യം റൌഫിനെ പറഞ്ഞ് മനസ്സിലാക്കുക. റൌഫ് പറഞ്ഞാൽ 3-4 സെക്കൻഡ് കഴിഞ്ഞാണ് ഞാൻ കേൾക്കുന്നത്. അതിനു മുമ്പ് റൌഫ് പിന്നെയും ബഹളം വെച്ചുകൊണ്ടിരുന്ന റൌഫിന്റെ ബഹളം മാത്രമേ കേൾക്കുള്ളൂ. ആ മനുഷ്യനോട് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കുക. അതൊന്നും എനിക്കറിയാൻ മേല. കൊച്ചി മുനിസിപ്പൽ ടൗൺ ഹാളിനടുത്ത്. കൊച്ചി മുനിസിപ്പൽ ടൗൺ ഹാളിനടുത്ത്. റൌഫ് പറഞ്ഞല്ലോ നെഞ്ചത്ത് വെടിവെക്കാൻ. ഞാൻ നെഞ്ചത്ത് വെടിവെക്കുന്നവനല്ല. കൊച്ചി മുനിസിപ്പൽ ടൗൺ ഹാളിനടുത്ത്. മനസ്സിലായോ? ഞാൻ നെഞ്ചത്ത് വെടിവെക്കുന്നവനല്ല. എനിക്ക് ആ പണിയുമില്ല. റൌഫിനുണ്ടായിരിക്കും. റൌഫിന്റെ ഗ്രൂപ്പിന് അതുകൊണ്ട്. അത് ശരിയാണല്ലോ. ഭയപ്പെടുത്തുക. ഹോട്ടലിന്റെ പേര് പറഞ്ഞാൽ എന്ത് ചെയ്യും? റൌഫ് കയ്യും കാലും വിട്ടുവോ? പേടിപ്പിക്കരുത്. ഒരു കാര്യം പറയാം, ഞാൻ ആൺപിള്ളേരെ പേടിപ്പിക്കരുത്. ജാട ഇങ്ങോട്ട് ഇറക്കരുത്. മനസ്സിലായോ? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ പേര് പറ. പേര് പറഞ്ഞപ്പോ എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഇല്ലല്ല, ചർച്ചയിലേക്ക് വരണ്ട. ആദ്യം ഇതിന് സമാധാനം ഉണ്ടാക്കണം. നിങ്ങൾ എന്തുകൊണ്ട് ഹലാൽ ഹോട്ടലിന്റെ പേര് ചോദിച്ചു? എന്താ നിങ്ങളുടെ ഉദ്ദേശം? കേരളത്തിലെ ഹലാൽ ഹോട്ടൽ ഇല്ലെന്നോ? ഇല്ലെന്നാണോ പറയുന്നത്? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. കേരളത്തിൽ ഒരൊറ്റ ഹലാൽ ഹോട്ടൽ ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. തന്റെ അളവുണ്ടോ? നിങ്ങൾ ആരെ തോൽപ്പിക്കാനാണ് പേര് ചോദിച്ചത്? ആരെ തോൽപ്പിക്കാനാണ് നിങ്ങൾ വെടിവെക്കുന്ന കാര്യം പറഞ്ഞത്? ജഗന്നാഥന് നേർക്ക് നേരെ നിന്ന് തല്ലുന്ന ആണുങ്ങളോടാ ഇഷ്ടം. മനസ്സിലായോ? ഹോട്ടൽ റഹ്മത്ത്, പിന്നെ ഹോട്ടൽ എം ഗ്രില്ല്, പിന്നെ അത് വാട്സാപ്പ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടം പോലെ വാട്സാപ്പിൽ മെസ്സേജ് വന്നോണ്ടിരിക്കുക. പ്രേക്ഷകർ അയച്ചുകൊണ്ടിരിക്കുകയാണ് റൌഫിനുള്ള മറുപടി. ഏത് നേരത്താണോ? ഒരു ചോദ്യത്തിൽ ശേഷം നമുക്ക് വീണ്ടും ഈ ഭക്ഷണത്തിന്റെ വിവാദത്തിലേക്ക് വരാം. എന്താണ് ഈ ഹലാലിന്റെ സാമ്പത്തികമായ ലക്ഷ്യവും കുരുക്കും? മീൻ പിടിക്കാൻ പോകുന്നവരുണ്ടോ കടലിൽ കായലിലൊക്കെ? അവർക്ക് രാവിലെ ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം 102 രൂപ തിരിച്ചു തരണം. ഈ 2 രൂപ പലിശ ഇസ്ലാം അനുസരിച്ച് വാങ്ങാൻ പാടില്ല. അപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 രൂപ നോട്ട് മടക്കി കടലാസ് കപ്പൽ പോലെ ഉണ്ടാക്കും. എന്നിട്ട് ഇത് ഇയാൾക്ക് തോണിയാണ്.
വൈകുന്നേരം തോണിയുടെ വാടക 2 രൂപ ചേർത്തിട്ട് തിരിച്ചു തരണം. അപ്പോൾ തോണി കൊടുത്തു, വൈകുന്നേരം തോണിയും തിരിച്ചു മേടിച്ചു, 2 രൂപ വാടകയും മേടിച്ചു, പലിശ മേടിച്ചില്ല. ഇതുപോലത്തെ ഭൂലോക ഫ്രോഡ് ഇതാണ് ഇസ്ലാമിക് ബാങ്കിങ്. നിനക്കൊക്കെ പോയി വല്ല കന്നല്ലേ മേച്ചൂറ? ഇതെന്താ ചന്തപ്പരയാ? നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ തന്നെ പറഞ്ഞു ഇത്രയും വലിയ തട്ടിപ്പ് വേറെയില്ല എന്ന്. പലിശയില്ല, അതൊരു സാമ്പത്തിക ഇടപാട് നടക്കില്ലല്ലോ. പലിശയുടെ പേര് സർവീസ് ചാർജ് എന്നാക്കി മാറ്റി. അങ്ങനെ പല രീതിയിലുള്ള കള്ളക്കളികൾ. അത് ഏകദേശം ഊർധ്വൻ വലിക്കുന്ന സ്ഥിതി എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഹലാൽ എക്കോണമി. അതിൻ്റെ ഭാഗമായിട്ട് ഹലാൽ എന്നുള്ള പ്രാന്ത് അങ്ങോട്ട് തുടങ്ങി. GK ഒന്ന് ആലോചിച്ച് നോക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഹലാൽ സർട്ടിഫിക്കറ്റ് വേണം. എനിക്കറിയാമല്ല ഏത് ഗൾഫ് രാജ്യം പറഞ്ഞു ഹലാൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. ഇതിനിടയ്ക്ക് നിൽക്കുന്ന ട്രേഡേഴ്സാണ് ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ 2021 ജനുവരി 4-ാം തീയതി ഒരു നോട്ടിഫിക്കേഷനിലൂടെ പറഞ്ഞു റെഡ് മീറ്റിന് പോലും ഹലാൽ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞു. വ്യാപാരികൾ പറഞ്ഞു, ട്രേഡേഴ്സ് ഇത് ചോദിക്കുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുന്നവർ, ട്രാൻസ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇത് ചോദിക്കുന്നു, അല്ലാതെ ദുബായിലെ ഷെയ്ക്കൊന്നുമല്ല. നമ്മളിവിടുന്ന് മല്ലിയും മുളകും മേടിച്ച് ചമ്മന്തി ഉണ്ടാക്കിയാണോ ദുബായിലെ ഷെയ്ക്ക് കഴിയുന്നത്? ഇത് പോകുന്നത് അവിടുത്തെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടല്ലേ. പപ്പടം ഹലാൽ സർട്ടിഫൈ ചെയ്യുന്നത് ഗൾഫിലെ അറബിക്ക് തിന്നാനല്ലല്ലോ. അറബി എന്താ കഞ്ഞിയും ചുട്ട പപ്പടമാണ് കഴിക്കുന്നത്? അല്ലല്ലോ, എൻ്റെ അറിവിൽ അതല്ല. അത് കഴിക്കുന്നത് ഇവിടെ ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാരാണ്. അവർക്കാണ് മല്ലി, മുളക്, ഉഴുന്ന്, പരിപ്പ് ഇതൊക്കെ ഹലാൽ അവർക്ക് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അവരാരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ? ഈ ഇടയ്ക്ക് നിൽക്കുന്ന ഈ എക്കോണമി കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ. അതിൻ്റെ ഗുണഭോക്താവാണ് ഈ നമ്മുടെ കേരളത്തിലെ പോപ്പുലർ ഫണ്ട് എന്നൊക്കെ പറയുന്ന ഏജന്റുമാർ. ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി. കുറച്ച് വയലൻസും കുറച്ച് കത്തി കാട്ടിയും തോക്ക് കാട്ടിയൊക്കെ ഭീഷണിപ്പെടുത്തിയൊക്കെ കാര്യം നടത്താമെന്ന് വിചാരിക്കുന്ന മൂടന്മാർ. അവർക്കും ഇതിൻ്റെ ഒരു ഹലാൽ സർട്ടിഫിക്കേഷൻ. അതിന് രൂപ എത്രയെന്നറിയാമോ? 60,000 രൂപ ആദ്യത്തെ വർഷം. പിന്നെ ഓരോ വർഷവും 30,000 രൂപ വെച്ച്, ഓരോ ഷിപ്മെൻറ്റിന് ഇത്ര രൂപ. ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. ഒരുത്തരും വെബ്സൈറ്റിൽ എഴുതിയിട്ടിരിക്കുകയാണ്, ഈ കിട്ടുന്ന കാശെല്ലാം കോടതികളിൽ വിവിധ രീതിയിൽ കുടുങ്ങിപ്പോയ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വക്കീലന്മാർക്ക് കൊടുക്കാനുള്ള കാശാണ് എന്ന് വരെ എഴുതി വെച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ ഈ ഹലാൽ ഹോട്ടലുകൾ കയറിക്കൊണ്ടിരുന്നു. ഞാൻ വെജിറ്റേറിയൻ ആണെങ്കിലും ഹലാൽ ഇറച്ചി സംബന്ധിച്ച് എന്തോ ഏർപ്പാടാണല്ലോ, എന്നെ ബാധിക്കുന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് ഈ തുപ്പൽ പരിപാടി വരുന്നത്. ചോറ് വേണ്ട. ഇതില് പപ്പടത്തിൽ ഹലാൽ വരുന്നു, ശർക്കരയിൽ ഹലാൽ വരുന്നു, കൂറത്തങ്ങൾ തുപ്പുന്നു. കൂറത്തങ്ങൾ തുപ്പുന്നതിന് കുഴപ്പമില്ല. ആ വീഡിയോ പുറത്തു വിട്ട സുരേന്ദ്രൻ എന്താ ഗജ ഫ്രോഡ്. ആരാ തട്ടിപ്പുകാരൻ? ചോറിൽ തുപ്പിയവനാണോ അതോ തുപ്പിന്ന് പുറത്ത് പറഞ്ഞവനാണോ? കൂടുതൽ എന്നെ നാറ്റിക്കരുത്. ആ നമ്പർ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഇവർ തുപ്പിക്കൊണ്ടിരുന്നതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കയ്യോടെ പിടിച്ചു കഴിഞ്ഞപ്പോൾ വെല്ലുവിളിയും ഭീഷണിയൊക്കെയായിട്ട് ഇറങ്ങുന്നു. ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഈ പോപ്പുലർ ഫണ്ടുകാർ തല്ലിയെന്ന് തൊടുപുഴയിൽ ഒരാളെ, ഒരു ബസ് കണ്ടക്ടർ ആള് കൂടിയിട്ട് ബസ്സിനുള്ളിലിട്ട് KSRTC കണ്ടക്ടറെ തല്ലി. ഈ കക്ഷികള് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പുറത്ത് മനോജ് എന്ന അയാളുടെ പേര്, ഇപ്പൊ റൌഫ് പേര് ചോദിക്കില്ല, പേര് പറ എന്നൊക്കെ പറയും. ഈ പേര് പറയിപ്പിച്ചിരിക്കും. കാര്യം എന്താ പറയാ, അത് സൂത്രത്തിന് അയാളെ ഭീഷണിപ്പെടുത്തിയതാണ്. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഈ ഭീഷണി കൊണ്ട് നിങ്ങൾ തുപ്പിയ ഭക്ഷണം ബാക്കിയുള്ളവരെ കഴിക്കുമെന്നാണോ? ഞാൻ പറയുന്നത് വിശ്വസിച്ച് കയറാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ജനം TV ഇന്ന് എനിക്ക് വെള്ളം തന്നു, തുപ്പിയിട്ടില്ല എന്നെങ്ങനെ അറിയാം? ജനം TVക്ക് ഒരു തുപ്പുന്ന പാരമ്പര്യമില്ല. ഉണ്ടെങ്കിൽ ആ സംശയം ശരിയാണ്. പക്ഷേ മുസ്ലിങ്ങൾക്ക് ആ പാരമ്പര്യമുണ്ട്. കുറയുമെന്ന് ഞാൻ പറയുമ്പോ ഈ പോപ്പുലർ ഫണ്ടിന്റെ ഒക്കെ ദുർബലന്മാരുണ്ടല്ലോ, അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്റെ മുമ്പില്. ദുർബലന്മാരാണ്, പെട്ടയ്ക്കും ഇങ്ങനെ കരക്കിട്ട മീൻ പോലെ. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. കിട്ടി, പലിശ സഹിതം കിട്ടി.